ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു 2 വീക്സ് മുന്നേ ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഞങ്ങൾ പോയത് വേറെ എങ്ങോട്ടുമല്ല, കാനഡയിലെ ഫസ്റ്റ് നാഷണൽ പാർക്കായിട്ടുള്ള ബാൻഫിലേക്കാണ്. പറയുമ്പോൾ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളി സ്ഥലം കേട്ടോ. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നാട്ടിൽ ആഴ്ചയിൽ എവിടേക്കെങ്കിലൊക്കെ ട്രിപ്പ് പോയി ആ ഒരു വീക്കെൻഡ്സ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് വീടിൻ്റെ അകത്തിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ബാൻഫിലേക്കൊന്ന് വിട്ടാലോ എന്ന്. ഏകദേശം 1.5 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാൻഫിലേക്ക് കേട്ടോ. ഒരു 7 മണിയായപ്പോൾ രാവിലെ ഇറങ്ങി ഒരു 8:30 ആയപ്പോഴേക്കും നമ്മൾ ബാൻഫ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഭയങ്കര ഹൈ പീക്കിലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ തണുപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലേക്കുകളാണ്. ഫ്രീസ് ആയിട്ടുള്ളതും അൺഫ്രീസ് ആയിട്ടുള്ളതും ഒരുപാട് ലേക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അതും നല്ല ബ്ലൂ കളറിലാണ് ഇവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ. അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ പോയത് ഇവിടുത്തെ ഒരു ഗാർഡനിലേക്കാണ് കേട്ടോ. മെയിൻ ആയിട്ടൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടായിരുന്നു അത്. പിന്നെ പോയത് ഇവിടുത്തെ മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയം അതിൻ്റെ സ്റ്റോറീസും നമ്മൾ ബാൻഫ് വീഡിയോയുടെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണണം. അതിനുശേഷം ബാൻഫ് കൊണ്ടോള എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളിവിടെ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രക്കിംഗ് മീൻസ് നമുക്ക് ജസ്റ്റ് ഒരു ഫോറസ്റ്റ് ആണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം, അത്രയ്ക്ക് തന്നെയുള്ളൂ. നമ്മളത് ഒരുപാടൊന്നും ദൂരേക്ക് പോയില്ലായിരുന്നു. ജസ്റ്റ് ആ ലേക്കിൻ്റെ അവിടെ വരെയും പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിൻ്ററിന് മുന്നേ പോകണം എന്നുള്ളൊരു പ്ലാൻ നമുക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും എക്സൈറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ബാൻഫ്. കാനഡയുടെ വേറൊരു ഫേസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം കാനഡ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു ബാൻഫ്. ബാൻഫ് ശരിക്കും പറഞ്ഞാൽ കാനഡയുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ക്ലീനാണ്, അത്രയും നീറ്റായിട്ടാണ് ഓരോ സ്ഥലവും അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ഒട്ടും പ്ലാസ്റ്റിക്സോ കമ്പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അത് അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ബാൻഫ് കേട്ടോ. നമുക്ക് അത്രയും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ ഗാർഡനും കാര്യങ്ങളെല്ലാം, പുല്ല് വരുന്നതിനനുസരിച്ചെല്ലാം അവർ കട്ട് ചെയ്ത് നിർത്താനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടും ഇവിടെ ഓരോ വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റിനെ ഒട്ടും നെഗറ്റീവ് ഫീൽ ചെയ്യാത്ത, അത് അത്രയും പോസിറ്റീവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്ലേസ് തന്നെയായിരുന്നു ബാൻഫ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ മെയിൻ ഒരു സ്പോട്ടാണ് ബാൻഫ് കൊണ്ടോള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ. ഇത് കേബിൾ കാർ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരുപാട് ബസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇത് മെയിനായിട്ടും ടൂറിസ്റ്റുകൾ വരുന്നതാണ്. കാനഡ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ വർക്കേഴ്സിനോ PR വേണ്ടിയിട്ടോ വരുന്നത് മാത്രമല്ല, ഇതുപോലെ നേരിട്ട് നമ്മൾ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓരോ മൂലയിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്. അത്രയും അത്ഭുതകരമായിട്ട് എന്തോ ആരോ വരച്ചു വെച്ചിരിക്കുന്ന പോലത്തെ ഉള്ളൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഒരു ഗാർഡൻ ആണ്. പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിട്ടുള്ള ഗാർഡൻ എന്ന് പറയുന്ന രീതിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവരുടെ കാര്യം പറയാനാണെങ്കിൽ, അതും പിള്ളേരുടെ കാര്യം പറയാനാണെങ്കിൽ, അവർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്. കാരണം ക്ലൈമറ്റ് കുറച്ച് ഹൈ ആണെങ്കിലും നമുക്കാണ് കുറച്ചും കൂടെ താങ്ങാൻ ബുദ്ധിമുട്ട്. പക്ഷെ പിള്ളേരുടെ കേസിൽ അവർക്ക് അവരുടെ ചെറുപ്പം തൊട്ടിട്ട് അവരത് സ്റ്റേബിളായി വന്നതുകൊണ്ട് തന്നെ അവർക്കതൊരു ഇഷ്യൂ ആയിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇവരുടെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ. കാനഡയിലുള്ള ഓരോ സ്ഥലത്തിനും ഓരോ ഫ്ലവേഴ്സിനും ഓരോ പ്ലാന്റ്സിനും അടക്കം ഒരു ലൈഫ് ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ബാൻഫ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ചെറിയൊരു സെക്കൻഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോയിൽ ഒരുപാട് മ്യൂസിയംസും ഗാർഡൻസും കാര്യങ്ങളും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്ക് റിയലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും റിയലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്.
ഒരു വ്ളോഗ് എടുക്കാനുള്ള ഒരു ഉദ്ദേശത്തിലൊന്നല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അവിടുത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അവിടുത്തെ ബെസ്റ്റ് ആൻഡ് ബെറ്റർ ക്ലിപ്സ് എല്ലാം നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഗാർഡനിൽ പോയതും അതേപോലെ തന്നെ ലേക്ക് കണ്ടതും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്കിനി മ്യൂസിയത്തിൽ പോയ കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ലെങ്തായി പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാൻഡ് വീഡിയോ പാർട്ട് 2 വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. അതെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ സപ്പോർട്ട് ആക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ ഫുഡും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിന് ശേഷമുള്ള വീഡിയോസൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ല, കാരണം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പാർട്ട് 2 ബാൻഡ് വീഡിയോ പാർട്ട് 2 ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.